പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ മോശമാണ്. എനിക്കിപ്പോൾ തോന്നുന്ന ഈ ഒരു ഞാനിപ്പോൾ 200 രൂപ ടിക്കറ്റ് ഇപ്പോൾ എടുക്കാൻ വന്നത്. ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയേ, ഇവിടെ വന്ന് നമുക്കൊരു ഡ്രിങ്ക്സും ഒരു പപ്സും കഴിച്ചിരുന്നെങ്കിൽ സന്തോഷമായിട്ട് പോകാൻ. കാര്യം അത്രയ്ക്ക് ദുഃഖമാണ്, ഞാൻ ദുഃഖത്തിലാണ്. കാര്യം കമലഹാസൻ്റെ നല്ലൊരു പടമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ നമുക്ക് വളരെ ദയനീയ അവസ്ഥയാണ്. എനിക്ക് ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ വലിയൊരു സകലകല ബലവൻ്റെ ഒരു പടമായതുകൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോകാനാണ് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അത്രയും സഹിച്ചിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിപ്പോയി. സെക്കൻഡ് ഹാഫ് അതിനെങ്ങാട്ടി ഭയങ്കര മോശം. ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും തീരെ മോശം. പിന്നെ എ.ആർ. റഹ്മാൻ്റെ മ്യൂസിക് എന്ന് പറയാനായിട്ടൊന്നും ഇതിൽ വലുതൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഒരു സംഭവമില്ല. പിന്നെ 5 മണി പോകുന്നുള്ള ആ പാട്ടിൻ്റെ ഒരു ചെറിയൊരു മ്യൂസിക്, അത് നമുക്കൊരു ഇമോഷണൽ ആകുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫൈറ്റ് കാര്യങ്ങൾ ചിമ്പൂനെ കൊണ്ടുവന്നേക്കുന്നത് ഇതിൽ ചിമ്പൂനൊക്കെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ചിമ്പൂനൊക്കെ കൊടുക്കേണ്ട ക്യാരക്ടറാണോ ഇത്? അല്ലെങ്കിൽ ഇത് മണിരത്നം കൊണ്ടുവന്ന് മണിരത്നം പഴയ കാലഘട്ടത്തിലെ കഥയും കൊണ്ടുവന്നിട്ട് ഇപ്പോഴും കൊണ്ടുവന്ന ഒരു BGM-ഉം അതൊന്നും ഇല്ലാതെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സത്യം പറയാല്ലേ, വല്ല പശുവിനും വല്ല കാടിയാലായി കൊടുത്തതന്നെ കുഴപ്പമില്ലായിരുന്നു. അത്രയ്ക്ക് ഇല്ല, എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ ഇറങ്ങി പോകാനായിട്ട് തോന്നിയത്. പിന്നെ കമലഹാസൻ സാറിൻ്റെ പടമായതുകൊണ്ടാണ്. ഡയറക്ഷൻ വെറും മോശം, വെറും മോശം. പറയാതിരിക്കാൻ വയ്യ, പറയാൻ വാക്കുകളില്ല. ഒരു റിവ്യൂ പറയാൻ പോലും ക്വാളിറ്റി ഇല്ലാത്ത പടം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അധ്വാനിച്ച പൈസ, അത് തന്നെ പോസിറ്റീവ്. എന്തോ മണിരത്നമൊക്കെ ഇത്ര അധപ്പതിച്ചു പോയ മണിരത്നം എന്ന് പറയുന്ന ഡയറക്ടറും കമലഹാസനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത് എന്തോന്ന് ഇത്. ദുൽഖർ സൽമാൻ രക്ഷപ്പെട്ടു. കഥയും തിരക്കഥയൊന്നും ഇല്ല ഇതിനകത്ത്. വേറെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ സ്ക്രിപ്റ്റും കഥയും ഒന്നും പോരാ. എന്തൊക്കെയോ പണി വെച്ചിരുന്നു. പടത്തിന് BGM കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പടത്തിനൊരു എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? ഒരു കഥയോ തിരക്കഥയോ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? മണിരത്നം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കറാണ്. അയാളുടെ അടുത്ത് നിന്ന് നമ്മളൊന്നും ഇതൊന്നല്ല പ്രതീക്ഷിക്കുന്നത്. ഇത് വെറും എന്തോ പറയാ, വെറും വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഹൈപ്പൊക്കെ കൊടുത്ത് വന്നതാണ്. ജോജു ജോർജിനെയൊക്കെ കൊണ്ടുവന്ന് ജോർജ് ജോർജിനൊക്കെ പൊക്കി അടിക്കുമ്പോഴേ കാണും. ആകെ 4-5 സീനിലാണ് ജോജു ജോർജ്. ചുമ്മാ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ജോജു ജോർജിനെയൊക്കെ വെച്ച് ചെയ്യിച്ചിട്ട് കുറേ വെട്ടും കുത്തും. എന്തെന്നാണ് അവരുടെ തന്നെ ഒന്ന് പറയാൻ പ്രേക്ഷകരെ വെറും വിഡ്ഢികളാക്കുന്നു. എനിക്ക് ചെക്കച്ചവந்த വാനവും എല്ലാം ഉണ്ട്. എല്ലാ പടവും കൂടെ സ്ഥിരം മണിരത്നം പടം തുടങ്ങുമ്പോഴേ ഒരു സമയം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും. എല്ലാവരും വേണ്ട പറഞ്ഞ സ്പോയിലറായി പോകും. അല്ല ബ്രോ, എല്ലാവർക്കും നെഗറ്റീവ് ആയിരുന്നു. എനിക്ക് പക്ഷേ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. എല്ലാവരും എൻ്റെ കൂടെ കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് കോമഡി പോലെയൊക്കെ ഫീൽ ചെയ്തു. മീൻസ് അങ്ങോട്ട് ഏക്കുന്നില്ല, അങ്ങനെ കുറച്ച് അങ്ങോട്ടൊരു സുഖം വരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. എന്നെ സംബന്ധിച്ച് അതാണ് ഒരു അങ്ങോട്ട് കമലഹാസൻ എന്ന് പറയുന്ന നടന്ന് 3-4 വട്ടം വെടി കൊണ്ടിട്ട് ഒന്നും പറ്റുന്നില്ല. ബാക്കി എല്ലാവരും ഒറ്റ വെടിയിൽ. അതൊക്കെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ സ്പോയിലറായി പോകും, അതുകൊണ്ടാണ്. ഇത് പറയേ തഗ് ലൈഫ് അല്ലേ ഇത്, വേസ്റ്റ് ലൈഫ് എന്ന് വേണം പറയേ. അത്രയ്ക്ക് മോശം പടം, ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് പഴയ കഥകൾ പുതിയ കുപ്പിയിൽ പല മോഡലാക്കി വെച്ചിരിക്കണമെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ മോശം, ഒന്നും പറയാനില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിൽ ഭയങ്കര മോശം പെർഫോമൻസ് ആണ്. അതായത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായി മോശം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പടം നമുക്ക് ഒരു രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അതിനാണ് മെയിൻ സത്യം. ദുൽഖറിന്റെ ബിഗ്ഗസ്റ്റ് എസ്കേപ്പ് എന്ന് വേണം പറയാൻ. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് ഇരിക്കുന്നത്. ദുൽഖറും ജയൻ രവി രണ്ടുപേരും എസ്കേപ്പ് ആയത് ഏറ്റവും ബെറ്ററാണ്. കാരണം എന്തൊക്കെയോ ചെയ്തിരിക്കുന്നത്, കണ്ടം കാട്ടി കൂടെ കണ്ണടയൊക്കെ വെച്ചിട്ട് പോയിട്ട് വളരെ മോശം, ഭയങ്കര മോശം പടം. മണിരത്നത്തിന്റെ പടം എന്ന് പറയുമ്പോൾ ഇത്രയും മോശമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ആ റേഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്, ഒന്നുമില്ല. ഏതാ അതിനേക്കാൾ ബെറ്ററാണ്. അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വിജയ് കൊള്ളാം. വളരെ മോശം പടം, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. മ്യൂസിക്കൊക്കെ ഒന്ന് ടോം ആൻഡ് ജെറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചോടി പോകുമ്പോഴൊക്കെ ഒളിച്ച് കളിക്കൂലേ, അതുപോലെയൊക്കെ മ്യൂസിക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു രീതിയിൽ ഒന്നും എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല. ഭയങ്കര മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മണ്ഡലത്തിന് ഫാനാണെങ്കിൽ ജന്മതി പടം വന്ന് കാണലും അവരത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് അങ്ങയുടെ പടമാണെന്ന് സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ നിങ്ങൾ പറയും അത് അങ്ങയുടെ പടമല്ല. കാരണം ഇങ്ങനെയല്ല, മണിരത്നം ഇങ്ങനെ എടുക്കത്തില്ല. ആ ലെവലാണ് ഒന്ന് കൊല പിടിച്ച് വെച്ചിരിക്കുകയാണ്. വെറുത്തുപോയി. ലാസ്റ്റ് അവസാനം നായക സാധാരണ നമ്മൾ വിചാരിച്ചാൽ ആ പാട്ടുണ്ടല്ലോ വെൺപിടി നായക, അത് ഇടുമ്പോൾ 1 ഗൂസ് ബംസ് ആവുന്നു. അത് വരുന്ന പ്രദേശ സ്ഥലത്തൊന്നും വന്നില്ല. അത് വന്നപ്പോഴാണെങ്കിൽ അപരാധ ലെവലാണ് വന്നത്. അത് കാണരുത്. ഞാൻ മാത്രമേ ബ്രോ, ദൃശ്യ കുഴപ്പമില്ല. ആവശ്യമുള്ളവരെ യൂസ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു പടം
പറഞ്ഞ ഭയങ്കര വിഷമിച്ചു. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നേ, അതായത് കുറേ നല്ല ക്യൂട്ട് മൊമെന്റ്സും മണിരത്നത്തിൻ്റെ റൊമാൻറ്റിക് സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു ലാഗായിരുന്നു. ഒരു ഗാങ്സ്റ്റർ വാറാണ്, പക്ഷെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഭയങ്കര കുത്ത് കൊലപാതകം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ് നമുക്ക് കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. അല്ല എന്ന് വെച്ചാൽ അതിങ്ങനെ നമുക്ക് തോന്നില്ല ഇത് ഇത്രയും വലിച്ചു നീട്ടണത്. എക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആണ് ആ സംഭവം. പക്ഷെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ സിഗ്നേച്ചർ കുറേ ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു ഫൈറ്റും സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് ഒരു ഇതില്ലായിരുന്നു. കുഴപ്പമില്ല, മണിരത്നത്തിന്റെ പഴയ പടത്തിനെ പോലെയൊക്കെയാണ് ഈ ഗാങ്സ്റ്റർ മൂവി. ആ ലൈനാണ് പടം നന്നായിട്ടുണ്ട്, നല്ല പടം. കമലഹാസൻ സൂപ്പറായിട്ട് നല്ല ഫൈറ്റ് സീനറി. ഈ വയസ്സാം കാലത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ടൂവിൽ ചെയ്യും പോലെ ഒന്നുമല്ല, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടമാണ്, പോരില്ല, നല്ല കഥയുണ്ട്, കുഴപ്പമില്ല. പറയാൻ പാട്ടും ബിജിഎം ആക്ഷനും അറിയാനുള്ളൂ, ഒരുപാടൊന്നുമില്ല, എന്നാലും പോകണം, കുഴപ്പമില്ല, കാണാം. അത്ര പോരാ, ഒരു ജ്യോതി മേനോൻ പടം ആ തരത്തിലൊക്കെയാണ്. ഗാങ്സ്റ്റർ എടുത്ത പറയാൻ ഒന്നുമില്ല. ഒന്നുമില്ല, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളൊക്കെയല്ല, എല്ലാം സ്ഥിരം ഗാങ്സ്റ്റർ പടം, റിവഞ്ച്, ഇതൊന്നുമില്ല. സ്റ്റണ്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര. അതിലൊരു മോശം എന്ന് പറയുന്നത് 90% മാർക്ക് കൊടുക്കാവുന്ന ഒന്നാണ്. എൻ്റെ പേര് ശരവൺ മഹേഷ്, എഴുത്തുകാരനാണ്. കൊള്ളാം ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു. അതിഗംഭീരമൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു പടമായിരുന്നു. അത് എനിക്കൊന്നും നല്ല എക്സ്പെക്ടേഷന് വന്നൊരു പടമായിരിക്കും. ആ ഒരു ഹൈപ്പിനനുസരിച്ച് കിട്ടിയില്ല. ഹൈപ്പ് നമുക്കത് ക്ലീനായിട്ട് പോകുകയാണെങ്കിൽ അത്യാവശ്യം കൊള്ളുന്ന മേക്കിംഗ് ഒക്കെ ഉണ്ട്. കുറച്ച് ഇടങ്ങളിലുണ്ട്, അത് ഫീൽ ചെയ്യും. അല്ലാതെ തിയേറ്റർ വാച്ച് അത്യാവശ്യം ഉണ്ട്. കുഴപ്പമില്ല, ആവറേജ്.